ടീച്ചർ എന്നെ ഊണ് കഴിക്കാനായി വിളിച്ചു. ഞങ്ങൾ ഊണ് ടേബിളിന്റെ അടുത്തേക്ക് നടന്നു. ടീച്ചർ എനിക്ക് ഊണ് വിളമ്പി തന്നു. ഞാൻ കഴിച്ചു കഴിയാറായപ്പോൾ കുറച്ചുകൂടി തരട്ടെ എന്ന് ടീച്ചർ ചോദിച്ചു. ശേഷം കുറച്ചുകൂടി കഴിച്ചാണ് ഞാൻ എണീറ്റത്. ഊണ് കഴിഞ്ഞ് ടീച്ചർ എന്നെ പഠിപ്പിക്കാൻ തയ്യാറെടുത്തു. ടീച്ചർ പറഞ്ഞു, നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ വ്യക്തമായി മനസ്സിലാവൂ. ഇത് ജീവിതത്തിലും ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ടീച്ചർ എന്നെ അത് പഠിപ്പിച്ചു. എന്റെ എല്ലാ സംശയങ്ങൾക്കും ടീച്ചർ നല്ലപോലെ വിശദീകരിച്ച് കാണിച്ചുകൊണ്ട് തന്നെ സംശയങ്ങളെല്ലാം നിഷ്പ്രയാസം അകറ്റി. ഞാനന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം നല്ല ഉഷാറായിരുന്നു. അന്ന് പഠിക്കുവാൻ എനിക്ക് എന്റെ ക്ലാസ് ടീച്ചർ തന്നെ എനിക്ക് ട്യൂഷനും തന്നിരുന്നു. ടീച്ചറിന്റെ പേര് ഭാനുമതി എന്നായിരുന്നു. ടീച്ചർ കണക്കും പിന്നെ സയൻസും ആയിരുന്നു എടുത്തിരുന്നത്. ഞാൻ നന്നായി പഠിക്കുന്നത് കൊണ്ട് എന്നെ ടീച്ചർക്ക് നല്ല ഇഷ്ടമായിരുന്നു. എന്നാലും ടീച്ചറുമായി ഞാൻ അത്ര കമ്പനിയൊന്നും ആയിരുന്നില്ല. ടീച്ചർ എന്നെ കാണുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വരാറുണ്ട്. എന്നാൽ ടീച്ചറുടെ അടുത്തേക്ക് ട്യൂഷന് പോയി തുടങ്ങിയതിൽ പിന്നെയാണ് ഞാൻ ടീച്ചറുമായി കൂടുതൽ അടുത്തതും കമ്പനിയായതും. ഞങ്ങൾ 14 കുട്ടികളായിരുന്നു ഒരു ബാച്ചായി ഉണ്ടായിരുന്നത്. ഞങ്ങൾ നിലത്ത് പായ വിരിച്ചിട്ടും ടീച്ചർ ഒരു ചെയറിലുമാണ് ഇരിക്കാറുള്ളത്. ഒരു ദിവസം കണക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യുവാനായി ഒരു പ്രോബ്ലം തന്നു. ഞാൻ പകുതി ചെയ്തു. പിന്നെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് ടീച്ചർ എന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിലത്തിരിക്കുന്നത് കൊണ്ട് ടീച്ചർ കുമ്പിട്ട് നിന്നുകൊണ്ട് എനിക്ക് വിവരിച്ചു തരുവാൻ തുടങ്ങി. കുറച്ചു നേരം ടീച്ചർ അങ്ങനെ നിന്ന് എനിക്ക് കണക്ക് പറഞ്ഞു തന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഞാൻ ആകെ വിയർക്കാൻ തുടങ്ങി. എന്റെ കൈകാലുകൾ വല്ലാതെ വിറയ്ക്കാനും തുടങ്ങി. അപ്പോഴാണ് എന്റെ അസ്വസ്ഥത ടീച്ചർ ശ്രദ്ധിച്ചത്. ടീച്ചർ എന്റെ അടുത്തിരുന്നു. അപ്പോൾ എനിക്ക് വിറയൽ കൂടി വന്നു. എന്ത് പറ്റും മോനെ എന്ന് എന്നോട് ചോദിച്ചു. എന്നാൽ എനിക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മറ്റു കുട്ടികൾ പഠിപ്പ് നിർത്തി എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് കണ്ട് ടീച്ചർ പറഞ്ഞു, നിങ്ങളിരുന്ന് പഠിച്ചോളൂ, ഞാൻ ഇവനെ അകത്ത് കൊണ്ടുപോയി കിടത്തി കുറച്ച് വെള്ളം കൊടുത്തു നോക്കട്ടെ. നിങ്ങൾ സമയം കളയാതെ പഠിക്കാൻ നോക്ക്, പരീക്ഷയല്ലേ വരുന്നത്. അങ്ങനെ അവരെ പഠിക്കാനിരുത്തി ടീച്ചർ എന്നെയും കൂട്ടി അകത്തേക്ക് പോയി. അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ കൊണ്ടുപോയി ടീച്ചർ എന്നോട് കട്ടിലിൽ കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് ടീച്ചർ നല്ല സ്പീഡിൽ ഫാൻ ഇട്ടു. എന്റെ വിറയൽ പതിയെ കുറഞ്ഞു വന്നു. ശേഷം ടീച്ചർ എനിക്ക് ചൂടുള്ള വെള്ളം തന്നു. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതുവരെ കിട്ടാത്തൊരു സുഖമായിരുന്നു. പിന്നീട് എന്റെ ക്ഷീണമെല്ലാം മാറിയപ്പോൾ ടീച്ചറോട് ഞാൻ ചോദിച്ചു, അത് എന്ത് വെള്ളമായിരുന്നു എന്ന്. അപ്പോഴാണ് ടീച്ചർ പറയുന്നത് അത് കരിക്കിൻ ജ്യൂസ് ആണെന്ന്. അത് സ്പെഷ്യലായി ചൂടോട് കൂടിയാണ് വെക്കുന്നത്. അത് പരിഭ്രാന്തിക്കും വിറയലിനും ഒക്കെയുള്ള ഒരു സ്പെഷ്യൽ മരുന്നാണ്. നിന്റെ അസുഖം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ അത് തന്നത്. എന്തായാലും കൊള്ളാം, നല്ലൊരു രുചി, പിന്നെ നല്ല ഉന്മേഷവും ഉണ്ട് അതിന്. നിനക്ക് ഇനിയും വേണോ? കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അയ്യടാ, ഇനി ഇപ്പോൾ വേണ്ട, നീ ഇപ്പോൾ ചെന്ന് പഠിക്കാൻ നോക്ക്, അത് ഇനി പിന്നെ ആവാം എന്നും പറഞ്ഞ് എന്നെ പഠിക്കാനായി പറഞ്ഞയച്ചു. പിന്നെ ഞങ്ങൾ തമ്മിൽ കൂടുതൽ കമ്പനിയായി. പിന്നീട് അങ്ങോട്ട് ട്യൂഷന് പോകാൻ വലിയ ആവശ്യമായിരുന്നു എനിക്ക്. ഒരു ദിവസം എനിക്ക് ട്യൂഷന് പോകുവാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോൾ എന്റെ ബാച്ചിലത്തെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം ദീപാവലി വരുന്നത് കൊണ്ട് ടീച്ചർ അന്ന് എല്ലാവർക്കും ഓഫ് കൊടുത്തിരിക്കുകയായിരുന്നു. ഞാൻ അതറിയാതെയാണ് ചെന്നത്. ടീച്ചറിന് ഞാൻ ചെല്ലുന്ന കാര്യം പ്രതീക്ഷയുണ്ടായിരുന്നില്ല. രാത്രി ധരിക്കുന്ന നൈറ്റി ഇട്ടിട്ട് വെള്ളം തട്ടാതെ ഇരിക്കുവാനായി മുകളിലേക്ക് മടക്കി കുത്തി പണിയെടുക്കുകയായിരുന്നു ടീച്ചർ. അങ്ങനെ ഞാനും ടീച്ചറെ സഹായിക്കാൻ തുടങ്ങി. ടീച്ചറുടെ വീട്ടിൽ വേറെ ആരും അപ്പോൾ ഉണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്നെ ഒരു ടേബിൾ പിടിച്ചു കൊണ്ടുവരാനായി വിളിച്ചു. അതിനിടയിൽ ടീച്ചറിന്റെ കാൽമുട്ട് എവിടെയോ തട്ടി. കാല് വേദനിച്ച് ടീച്ചർ കിടന്ന് ഇറങ്ങാൻ തുടങ്ങി. ടീച്ചർ ആ ഷോക്കിൽ താഴെ ഇരുന്നു. ടീച്ചർക്ക് നല്ലപോലെ വേദനയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, ടീച്ചർ നല്ലപോലെ വേദനയുണ്ടോ? ആ ഉണ്ടടാ, നല്ലപോലെ വേദനിക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ ഞാൻ ആ കാട് പിടിച്ച ടീച്ചറുടെ പറമ്പിൽ ഒന്ന് നടന്നു നോക്കി. ശേഷം അവിടെ നിന്ന് വന്നപ്പോൾ കയ്യിൽ കുറച്ച് പച്ചിലകൾ ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ അതെല്ലാം കണ്ടപ്പോൾ ടീച്ചർ ചോദിച്ചു, ഇതെന്തിനാണെന്ന്. ഞാൻ പറഞ്ഞു, ഇത് കുറച്ച് ഔഷധയിലകളാണ്. ഇതിന്റെ ചാറിടിച്ച് പിഴിഞ്ഞ് വേദനിക്കുന്നിടത്ത് തേച്ച് നല്ലപോലെ തടവി കൊടുത്താൽ വേദന അപ്പോൾ തന്നെ മാറും. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? എന്റെ ടീച്ചറെ, ഒരു ആയുർവേദ ഡോക്ടറുടെ മകനാണ് ഞാൻ. എന്നോടാണോ ഞാൻ ചോദിക്കുന്നത്? നിന്നെ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? പിന്നില്ലാതെ അച്ഛന്റെ ക്ലിനിക്കിൽ ഉഴിച്ചിലിനും പിഴിച്ചിലിനും വരുന്നവരെ ഒഴിയാനൊക്കെ അച്ഛന്റെ അസിസ്റ്റന്റായി ഞാനും കൂടാറുണ്ട്. അങ്ങനെ ഉഴിച്ചിലുമൊക്കെ അത്യാവശ്യം അറിയാം. ഓ, എന്നാ ആയിക്കോട്ടെ, നിന്റെ ഉഴിച്ചിൽ കൊണ്ട് മാറുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ പച്ചിലകളുടെ നീരെടുത്ത് മുട്ടിൽ തേച്ച് പിടിപ്പിച്ചു. ഞാൻ നല്ല പോലെ ഒഴിഞ്ഞു കൊടുത്തു. നല്ല ചൂട് പിടിക്കുന്നവരെ. ചൂട് കയറി വരുന്തോറും ടീച്ചറുടെ വേദന കുറഞ്ഞു വന്നു. പിന്നെ ടീച്ചർ പതിയെ എഴുന്നേറ്റു. അപ്പോഴേക്കും വേദനയെല്ലാം പമ്പ കടന്നിരുന്നു. വേദന മാറിയപ്പോൾ ടീച്ചർ അടുത്ത പണിയിലേക്ക് കടന്നു. ടേബിൾ കൊണ്ട് ഇട്ടതിന് ശേഷം ടീച്ചർ അവിടെ ഉണ്ടായിരുന്ന സ്റ്റൂളിന് മുകളിൽ കയറി. ടേബിളിന് മുകളിൽ കയറി ഫാൻ തുടക്കേണ്ടിയിരുന്നു. എന്നോട് സ്റ്റൂൾ പിടിക്കാനും പറഞ്ഞു. അല്ല ടീച്ചർ, എന്നെ പണിയെടുപ്പിച്ച് കൊല്ലുമോ? ഓ, വേണമെങ്കിൽ പണിയെടുത്ത് പഠിച്ചോ. നീ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനും സഹായമാവും. അവളുടെ മുന്നിൽ വലിയ ആളാവാലോ. ശരി, ഞാൻ ദാ വരുന്നു. പിന്നെ ഞാൻ വേഗം തന്നെ കുമ്പിട്ടുകൊണ്ട് സ്റ്റൂൾ പിടിച്ചു കൊടുത്തു. ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു കുട്ട നിറയെ മാങ്ങ കൊടുത്തിരിക്കുന്നു. എനിക്കത് കണ്ടപ്പോൾ ശരിക്കും കൊതിയായി. ആ സ്വാദിഷ്ടമായ കാഴ്ച കണ്ട് ഞാൻ എല്ലാം മറന്നു നിന്നു. അങ്ങനെ വായിൽ വെള്ളം ഊറി ഞാൻ നിന്നപ്പോൾ എന്റെ കൈ ഒന്ന് മാറിപ്പോയതും പെട്ടെന്ന് അടിതെറ്റി സ്റ്റൂൾ ചെരിഞ്ഞു. ഞാൻ ടീച്ചറുടെ മുകളിലൂടെ വീണു. ഒപ്പം ടീച്ചറുടെ കൈ തട്ടി ആ കുട്ടയിലെ മാങ്ങകളും പുറത്ത് വീണു. പക്ഷേ ടീച്ചർ ആ വീഴ്ചയിലുള്ള ഷോക്ക് കൊണ്ട് അതൊന്നും അറിഞ്ഞില്ല. ഞാൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു, ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. എന്തിന്? ഈ മാങ്ങ കഴിക്കാൻ. അയ്യടാ, ഇവിടെ കിടന്ന് കഴിക്കണമെന്നില്ലല്ലോ. കേറ്റപ്പ്. പിന്നെ അവിടെ നിന്ന് എണീറ്റ് ടീച്ചർ എനിക്ക് ആ മാങ്ങ തന്നു. എന്നിട്ട് മതിയാവോളം കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ എന്റെ കൊതി തീരും വരെ കഴിച്ചു. അങ്ങനെ ടീച്ചറുടെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. പിന്നെ മേലുവേദനയും പനിയും കാരണം ഞാൻ 2 ദിവസം കഴിഞ്ഞാണ് ട്യൂഷന് പോയത്. അങ്ങനെ ഞാൻ 2 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോൾ സയൻസിലെ പുതിയ ചാപ്റ്റർ പഠിപ്പിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. ടീച്ചർ സമ്മതിക്കുകയും ചെയ്തു. മാത്രമല്ല ടീച്ചർ പറഞ്ഞിരുന്നു, അത് പഠിക്കുന്നത് പരീക്ഷയ്ക്ക് മാത്രമല്ല ജീവിതത്തിലും വേണ്ടതാണെന്ന്. മറ്റുള്ള കുട്ടികൾക്ക് ആ ചാപ്റ്റർ ടീച്ചർ പഠിപ്പിച്ചതുകൊണ്ട് എന്നോട് മാത്രം അന്ന് വൈകിട്ട് 7 മണിക്ക് ചെല്ലുവാൻ പറഞ്ഞു. ഞാൻ ടീച്ചറിന്റെ വീട്ടിൽ എത്തിയപ്പോൾ ടീച്ചർ ബാഗും മറ്റും പാക്ക് ചെയ്യുന്നത് കണ്ട് ഞാൻ ആകെ നിരാശനായി. ടീച്ചറിനെ എവിടേക്കെങ്കിലും പോവുകയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി.
കാരണം ടീച്ചറുടെ ഭർത്താവും കുട്ടിയും റെഡിയായി കണ്ടു. അപ്പോൾ ടീച്ചർ വന്നിട്ട് എന്നോട് ഇരിക്കുവാൻ പറഞ്ഞു. ടീച്ചർ അതിനിടയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഭർത്താവും മോനും കൂടി പുറത്തു പോവുകയാണ്, അതുകൊണ്ട് കുറച്ചു നേരം ടി വി കണ്ടുകൊണ്ട് ഇരിക്കുവാൻ. അവർ ഏകദേശം 7:30 കൂടി പോയി. അതിനുശേഷം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സോറി അനിൽ, ഞാൻ വെറുതെ എന്നോട് സമയം കളഞ്ഞു. പക്ഷെ രാവിലെ ഈ ടൂറിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് എന്നോട് ടീച്ചർ പറഞ്ഞു, ഞാൻ ഇത് ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും അതെടുക്കും പഠിപ്പിച്ചു കഴിയുവാൻ. അനിൽ ചെല്ലാതാകുമ്പോൾ അനിയുടെ വീട്ടിൽ പേടിക്കും. എന്നാൽ അത് കേട്ട് ഞാൻ പറഞ്ഞു, എന്റെ പേരൻസ് 4 ദിവസത്തിന് പുറത്തു പോയിരിക്കുകയാണ്, അതുകൊണ്ട് സാരമില്ല എന്ന്. അത് പറഞ്ഞപ്പോൾ ടീച്ചർ എന്നോട് അവിടെ നിന്ന് താമസിച്ചിട്ട് നാളെ പോയാൽ മതിയെന്നും പറഞ്ഞു. ഞാൻ ശരിയെന്നും പറഞ്ഞു. ടീച്ചർ എന്നെ ഊണ് കഴിക്കാനായി വിളിച്ചു. ഞങ്ങൾ ഊണ് ടേബിളിന്റെ അടുത്തേക്ക് നടന്നു. ടീച്ചർ എനിക്ക് ഊണ് വിളമ്പി തന്നു. ഞാൻ കഴിച്ചു കഴിയാറായപ്പോൾ കുറച്ചുകൂടി തരട്ടെ എന്ന് ടീച്ചർ ചോദിച്ചു. ശേഷം കുറച്ചുകൂടി കഴിച്ചാണ് ഞാൻ എണീറ്റത്. ഊണ് കഴിഞ്ഞ് ടീച്ചർ എന്നെ പഠിപ്പിക്കാൻ തയ്യാറെടുത്തു. ടീച്ചർ പറഞ്ഞു, നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ വ്യക്തമായി മനസ്സിലാവൂ. ഇത് ജീവിതത്തിലും ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ടീച്ചർ എന്നെ അത് പഠിപ്പിച്ചു. എന്റെ എല്ലാ സംശയങ്ങൾക്കും ടീച്ചർ നല്ലപോലെ വിശദീകരിച്ച് കാണിച്ചുകൊണ്ട് തന്നെ സംശയങ്ങളെല്ലാം നിഷ്പ്രയാസം അകറ്റി. പിന്നെ എന്റെ ഇഷ്ടവിഷയം കൂടി ആയിരുന്നതിനാൽ എനിക്കത് പഠിക്കാൻ ഇൻട്രസ്റ്റ് കൂടുതലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പഠനം നല്ല രീതിയിൽ നടന്നുപോയി. ഞാൻ കോളേജിലെ ടോപ്പർ ആവുകയും ചെയ്തു. സയൻസിൽ കേരളത്തിലെ തന്നെ ടോപ്പ് സ്കോറർ ഞാൻ തന്നെയായിരുന്നു. അതുകൊണ്ട് എന്റെ വക ഒരു സമ്മാനം ഞാൻ ടീച്ചർക്ക് കൊടുത്തു. ടീച്ചർ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ചെയ്തു. പിന്നെ ഉപരിപഠനത്തിനായി ഞാൻ മുംബൈയിലേക്ക് മാറി, ഒപ്പം എന്റെ കുടുംബവും. പിന്നെ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. ഇപ്പോഴും ജീവിതത്തിൽ ഓരോ ഉയർച്ചകൾ കൈവരിക്കുമ്പോഴും ഞാൻ ടീച്ചറെ ഓർക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ എനർജി. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എന്റെ കഥകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ ഇതിലും നല്ല കഥകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.